ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്താലും കുറെ എവിഡൻസ് നമുക്ക് കിട്ടും. അതിനെ എവിഡൻസ് എന്ന് വിളിക്കാൻ പറ്റുന്ന അത് വാദങ്ങളാണ്. അവർ കുറെ വാദങ്ങൾ മുമ്പോട്ട് വയ്ക്കാറുണ്ട്. അതായത് ഒരുപാടുണ്ട്. ഇത് കൊടി പറക്കുന്നു, പിന്നെന്താണ് ആകാശത്ത് നക്ഷത്രങ്ങളെ ഫോട്ടോ എടുത്തപ്പോൾ കാണാനില്ല, അവര് സ്റ്റുഡിയോയിൽ ചെയ്തപ്പോൾ ഒട്ടിച്ച് വെക്കാൻ മറന്നതായിരുന്നു. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഒരു വട്ടം അങ്ങനെ പോയെങ്കിൽ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് പോയില്ല? ദ മെയിൻ റീസൺ വൈ വി ഹാവ് ഇൻ ഗോൺ അഗെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ GDP-യുടെ നല്ലൊരു ശതമാനം കവർന്നെടുത്തിട്ടുള്ള ഒരു മിഷനും കൂടിയായിരുന്നു അപ്പോളോ മിഷൻ. അത് ഒരു തവണ പോയത്. അപ്പോളോ 11, 12, അപ്പോളോ 14, 15, 16, 17 തുടങ്ങിയ മിഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 യാത്രകളിലായി 12 പേരാണ് ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള എവിഡൻസ് മൊത്തം ആ ചന്ദ്രനിൽ തന്നെയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് കല്ലും കട്ടയൊക്കെ പെറുക്കിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പല രാജ്യങ്ങൾക്കുമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അതിലെ പഠനങ്ങൾ നടത്തുകയും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇസ്രോയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഒരുവിധം ആരും തിരസ്കരിക്കുന്നില്ല. റഷ്യ വരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ പോയിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുള്ള ചാന്ദ്രിക ധൂളികൾ ലൂണാർ ഡസ്റ്റ് തന്നെയാണ്. അതൊരു റോവറിനോ റോബോട്ടിനോ അന്നത്തെ കാലത്ത് കൊണ്ടുപോകാനായിട്ടും കളക്ട് ചെയ്യാനായിട്ടും പറ്റില്ലായിരുന്നു. അത് മനുഷ്യൻ തന്നെ ഇറങ്ങി കുഴിച്ച് എടുക്കേണ്ട സാധനം തന്നെ. അല്ലെങ്കിൽ അന്നത്തെ ടെക്നോളജി പ്രകാരം അതേ പോസിബിൾ ആയിട്ടുള്ളൂ. അത്രയും അധികം മാസ് ഓഫ് ലൂണാർ സോയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ തന്നെ പോയിട്ട് തന്നെ കളക്ട് ചെയ്യണം. അപ്പോൾ അതൊരു കാര്യം. പിന്നെ എന്തുകൊണ്ട് പോയില്ല? പല പൊളിറ്റിക്കൽ റീസൺസും അതിന്റെ പുറകിലുണ്ട്. നമ്മളിനി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അതിന്റെ റോക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. ആർട്ടിമിസ് മിഷനാണ്. ആർട്ടിമിസ് മിഷനിൽ ആർട്ടിമിസ് 1 സക്സസ്ഫുൾ ആണ്. ആർട്ടിമിസ് 2 ഇനി നടക്കാൻ പോകുന്നു. ആർട്ടിമിസ് 3 നമ്മൾ ചന്ദ്രനിൽ കാലുകുത്തും. ഒരു 8 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. തിരിച്ചു